വയനാട്ടിലെ വോട്ട് ചോർച്ചയെ തുടർന്ന് ഇടത് ക്യാമ്പിൽ പൊട്ടിത്തെറി. 6 മാസത്തിനുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ CPIയുടെ 70,000 വോട്ട് കാണാനില്ല. ഇതെവിടെ പോയെന്നാണ് CPIയിലെ ഒരു വിഭാഗം ചോദിക്കുന്നത്. സത്യൻ മൊകേരിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ CPM നേതാക്കൾ വലിയ താല്പര്യം കാണിച്ചില്ല എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ പരാതി. അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, നമുക്കറിയാം വയനാട്ടിൽ കോൺഗ്രസിനെ വലിയ രീതിയിൽ CPM സഹായിച്ചു എന്ന് സൂചിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കാരണം CPIയിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. CPM നേതാക്കൾ വലിയ തോതിലൊന്നും അവിടേക്ക് എത്തിയില്ല. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രചരണ പരിപാടികളിൽ അതെടുത്തു നോക്കുമ്പോൾ തന്നെ വ്യക്തമാണ് CPM നേതാക്കൾ ആരും വയനാട്ടിൽ കൃത്യമായി എത്തിയിട്ടില്ല എന്ന കാര്യത്തിൽ. എന്നാൽ ഇത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് അല്ലേ? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ CPIക്ക് വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത്. മാത്രമല്ല LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇത്തരത്തിൽ വലിയ ഒരു ആരോപണം എന്ന് പറയുന്നത് LDF UDF സഖ്യമായി മത്സരിച്ചു എന്നുള്ളതാണ് NDA പ്രധാനമായി ആരോപണം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വോട്ട് കുറയാൻ കാരണം LDFന്റെ വോട്ട് കൃത്യമായി തന്നെ UDFൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചില വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല. അതായത് പല മണ്ഡലങ്ങൾ എടുത്താൽ തന്നെയും ഇവിടങ്ങളിലൊന്നും പോൾ ചെയ്യാത്ത വോട്ടുകൾ നിരവധിയുണ്ട്. അതായത് CPMന്റെ അടക്കമുള്ള കേഡർ വോട്ടുകൾ, CPIയുടെ അടക്കമുള്ള കേഡർ വോട്ടുകൾ ഇവിടെ പോൾ ചെയ്തിട്ടില്ല എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രധാനമായും മാനന്തവാടി മണ്ഡലത്തിലെ തിരുനെല്ലി ഏരിയ എന്ന് പറയുന്നത് CPMന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഇടതുപക്ഷത്തിന് വലിയ ഒരു സ്വാധീനമുള്ള ഒരു മേഖലയാണ്. പക്ഷേ ആ ഒരിടത്ത് പോലും, അല്ലെങ്കിൽ ഈ ഒരു തിരുനെല്ലിയിൽ പോലും CPMന് വൻതോതിൽ വോട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. CPIക്ക് വോട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വലിയ ഒരു സാഹചര്യമായിരുന്നു വയനാട്ടിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ഇത്തവണത്തെ വോട്ട് നില ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ആനിരാജ നേടിയത് 2,83,023 വോട്ടാണെങ്കിൽ ഇത്തവണ സത്യമൊകേരിക്ക് നേടാനായത് 2,11,507 വോട്ടാണ്. ആ ഒരു ഇത്തരത്തിലുള്ള വലിയ ഒരു അന്തരമാണ് വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുൻപും നമ്മൾ ഈ വോട്ട് ശതമാനം നോക്കുകയാണെങ്കിൽ 2019 PP സുനീർ ഇവിടെ മത്സരിച്ചപ്പോൾ CPIക്ക് ലഭിച്ചത് 2,74,597 വോട്ടായിരുന്നു ലഭിച്ചത്. പക്ഷേ 2024 ആനിരാജ വന്നപ്പോൾ അത് 2,83,023 വോട്ടായി വർദ്ധിപ്പിക്കാൻ സാധിച്ചു. പക്ഷെ അവിടെയും ശ്രദ്ധിക്കേണ്ടത് വെറും 10,000 വോട്ട് മാത്രമാണ് അന്നും കൂടിയത് എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട വസ്തുത. അന്നും ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കോൺഗ്രസിനെ സഹായിക്കാനാണ്, വ്യക്തമായും സഹായിക്കാനാണ് ഇത്തരത്തിൽ ആനിരാജ ഇവിടെ മത്സരിച്ചത്. മാത്രമല്ല ഈ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷം ആനിരാജ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. താൻ രാഹുലിനെതിരെ മത്സരിച്ചത് തെറ്റായി പോയി, താൻ അത് മത്സരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യമടക്കം ആനിരാജ പറയുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഇത്തവണയും LDF ക്യാമ്പിനെ എതിരെ ഉയരുന്നത്. അതായത് പ്രധാനമായും NDA ഉന്നയിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. CPM പ്രധാനമായും CPI കൈവിട്ടു, CPM പ്രചാരണത്തിന് ഇറങ്ങിയില്ല. ഇത് കൃത്യമായി തന്നെ LDFനുള്ളിലും ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. CPIക്കും ഇതിൽ വലിയ അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അണികൾക്കെല്ലാം ഇത്തരത്തിലുള്ള ഒരു അമർഷം ഇപ്പോൾ ഉണ്ട്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അമർഷമാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മാത്രമല്ല ഇത്തരത്തിൽ ഈ ഒരു പോളിംഗ് ശതമാനം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ ഉപതെരഞ്ഞെടുപ്പാണ്, അത്തരത്തിലുള്ള പോളിംഗ് ശതമാനം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോഴും BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഇവിടെ ലഭിച്ചത് 1,00,000-ലധികം വോട്ടുകളാണ്. അതും പ്രധാനമായി എന്ന് പറയേണ്ടത് പുതുമുഖമായിട്ടുള്ള നവ്യ ഹരിദാസാണ് ഇവിടെ മത്സരിച്ചത്. അത്തരത്തിൽ 1,00,000-ലധികം വോട്ട് നേടാൻ നവ്യ ഹരിദാസിന് സാധിച്ചു. പക്ഷേ CPIക്ക് ഇവിടെ സാധിച്ചത് തങ്ങളുടെ വോട്ട് കുറയുക മാത്രമാണ് ചെയ്തത്. വോട്ട് കൂട്ടുവാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വോട്ടുകൾ തങ്ങളിലേക്ക് അടുപ്പിക്കുവാനോ കഴിഞ്ഞില്ല. മാത്രമല്ല ഈ പോൾ ചെയ്ത വോട്ടുകൾ, CPIയുടെയും CPMന്റെ വോട്ടുകൾ കുറെയൊക്കെ പോൾ ചെയ്യാതെയുണ്ട്. ആ പോൾ ചെയ്ത വോട്ടുകളടക്കം എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അത് UDFലേക്ക് പോയോ, അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണോ ഉള്ളത് എന്നുള്ളതടക്കം ഇനി വരുന്ന ദിവസങ്ങളിൽ പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 70,000 വോട്ടിന്റെ കുറവ് എന്ന് പറയുന്നത് ചെറിയ കുറവൊന്നുമല്ല, വലിയ കുറവ് തന്നെയാണ്. അത് കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. CPM CPI തമ്മിലുള്ള ഒരു പോരിലേക്കടക്കം ഇത് പോകുവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. റൈറ്റ്, അത് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു ഡീല്. അത് വയനാട്ടിലും ഉണ്ടായി എന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അർജുൻ PS ആണ് വിശദാംശങ്ങൾ നൽകിയത്.